വിദ്യാസാഗർ, എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു, സ്വാഭാവികം റിപ്പോർട്ട് ഇങ്ങനെയാണ്. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മരുമകൻ ഇവരിയ്ക്കുന്ന കാലത്തോളം ഇങ്ങനെയുള്ള റിപ്പോർട്ടല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുക്കുകയുള്ളൂ, അല്ലേ? നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ലല്ലോ. നമുക്ക് ഒരു ചെറിയൊരു തിരുത്തതിൽ പറയാനുണ്ട്. അതായത് പറയൂ. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് AP അബൂബക്കർ മുസ്ലിയാരുടെ വിരുദ്ധ ചേരിയിലുള്ള AP അബൂബക്കർ മുസ്ലിയാരുടെ ഗുരുവായിരുന്ന EK അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ്. AP EK വിഭാഗങ്ങളാണ്. ഇപ്പൊ മുസ്ലിം ലീഗുള്ളത് EK വിഭാഗമാണ്. EK വിഭാഗത്തുമായിട്ട് സുന്നികൾ, അതായത് നമ്മുടെ താമര സുന്നി, അരിവാൾ സുന്നി എന്നൊക്കെ ചീത്തപ്പേര് കേട്ട സുന്നി, അതായത് കാന്തപുരത്തിന്റെ സുന്നി, ഈ കാന്തപുരത്തിന്റെ സുന്നിക്ക് ഭയങ്കരമായ എതിർപ്പുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം പറയാം, അങ്ങോട്ട് ഷെയർ ചെയ്യാം. ഈ EK സുന്നിയിൽപ്പെട്ട മുസ്ലിം ലീഗിന്റെ വലിയൊരു പക്ഷം നേതാക്കന്മാരും ഇപ്പോൾ പ്രാക്ടീസിങ് മുജാഹിദുകളാണ്. അവർ ഇപ്പോൾ സുന്നികളല്ല, പ്രാക്ടീസിങ് മുജാഹിദുകളാണെന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അങ്ങേക്ക് ആ നാട്ടിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? സുന്നി വിഭാഗക്കാരെ വെറുതെ എതിർത്തല്ലാതെ. കാരണം സുന്നികൾ പൊതുവെ അന്യമതസ്ഥരോട് അടിയും പിടിയും ഉണ്ടാക്കാൻ പോവാത്തവരാണ്. ഇപ്പോ ഈ താമര അല്ലെങ്കിൽ കോൺഗ്രസ് സുന്നി അല്ലെങ്കിൽ വരിവാൾ സുന്നി എന്നൊക്കെ പറയുന്ന കാലാകാലം വോട്ട് കച്ചവടം ചെയ്യുന്ന അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി ഹിന്ദുക്കളോടൊന്നും വലിയ വർഗീയ കലാപത്തിന് നേരിട്ട് ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ലാത്തവരാണ്. അവർ പൊതുവെ അവരുടെ മതത്തിലെ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അല്ലാതെ അവർക്ക് യാഥാസ്ഥിക മുസ്ലിങ്ങളാണ് അവർ കൊല്ലാൻ ശ്രമിക്കുന്നത് ഈ ചേകനൂർ മൗലയെ പോലെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുള്ള തിരുത്തൽ ശക്തികളെ മാത്രമാണ്. ഈ സുന്നി ടൈഗർ ഫോഴ്സ് ഒക്കെ ഈ വിഭാഗത്തിനോട് അനുബന്ധിച്ചായിരുന്നു ഉണ്ടായിരുന്ന ആ കാലത്ത്. ചുവന്ന കുന്നിലെ തിരയിലൊക്കെ ഓർമ്മിക്കുമല്ലോ. അപ്പോ ഞാൻ പ്രധാനപ്പെട്ട് പറയാമെന്ന സംഗതി, മുജാഹിദ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ, യുദ്ധം ചെയ്യുന്നവൻ എന്നാണ്. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം, നമ്മുടെ MM അക്ബർ 2ാം ക്ലാസ്സിലെ കുട്ടികളോട് നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് ഒരു ക്രിസ്ത്യൻ കുട്ടിയോ ഹിന്ദു കുട്ടിയോ ക്ഷണിക്കുമ്പോൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? 2ാം ക്ലാസ്സിലെ കുട്ടികളോട് പാഠപുസ്തകം ചോദിച്ചവനാണ് MM അക്ബർ. നാട് മുഴുവൻ സ്നേഹ സംവാദം നടത്തിയ ആള്, മുജാഹിദുകളുടെ ലീഡർ കേരളത്തിലെ. ജാക്കിർ നായിക്കിന്റെ കേരള പതിപ്പ്. അപ്പൊ ജാക്കിർ നായിക്കാണ് ഇന്ത്യൻ മുജാഹിദീൻ എന്ന വലിയ ഭീകര സംഘടന, ഒരുപക്ഷെ ഏറ്റവും നികൃഷ്ടമായ ഭീകര സംഘടനയായ ഇന്ത്യൻ മുജാഹിദീന്റെ ബ്രെയിൻ ജാക്കിർ നായിക്കായിരുന്നു. നാൽക്കാലത്തെ ഇന്റലിജൻസ് ബ്യൂറോ വെളിപ്പെടുത്തിയതാണ്, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിന്റെ ചെറിയ പതിപ്പാണ് ഈ മുജാഹിദുകൾ കേരളത്തിലുള്ളത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ കാര്യങ്ങൾ ഏറ്റവും നന്നായി കൈയാളുകൾ നടത്താൻ സാധിക്കുക സുന്നികളിലൂടെ അല്ല. സുന്നികൾ പിന്തിരിപ്പന്മാരും പഴയ ബ്രാഹ്മണവാദികളുമാണ് എന്നാണ് അവരുടെ ഉള്ളിലെ വർത്തമാനം. അപ്പോൾ ഈ മുസ്ലിം ലീഗ് എന്ന വലിയ പാർട്ടി ഇതുവരെ ഉള്ളതുപോലെ കണ്ടാൽ പോരാ. അതിപ്പോൾ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തോളോട് തോൾ ചേർന്ന് പോകുന്നവരാണ് ആശയപരമായിട്ട്. അതുകൊണ്ട് ഒരു സംഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് ആശയപരമായ മാറ്റം വന്നാൽ അത് അത്യന്തം അപകടകരമാണ്. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് റിയാസിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങേക്ക് ഇപ്പൊ കൂട്ടി വായിക്കാൻ പറ്റുന്നുണ്ടാവും. മുഹമ്മദ് റിയാസ് എന്തുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മുഹമ്മദ് റിയാസും തീർച്ചയായിട്ടും ആശയപരമായിട്ട് മുജാഹിദ് പക്ഷത്താണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണത്. ആശയപരമായിട്ട്, മതപരമായ ആശയപരമായിട്ട്. അപ്പൊ മുജാഹിദുകൾ എന്താണ്? മുജാഹിദുകൾ സന്ധി സംഭാഷണത്തിലോ അല്ലെങ്കിൽ സ്നേഹത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് ഡിറ്റോ ഖുറാനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ അനുവർത്തിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ തഫ്സീർ വെച്ചിട്ട് അതിനെ ന്യായീകരിച്ച് മറ്റു മതസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് റാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആഗോള സംഘടനയാണ് മുജാഹിദ്. സംശയമില്ലാത്ത കാര്യമാണ്. അവരാണ് ഈ കോളേജുകളിലെ പ്രൊഫഷണലുകളെ മതം മാറ്റുന്നതും വലിയ വലിയ ഡോക്ടർമാരെ മതം മാറ്റുന്നതും ഒക്കെ അവരാണ്. മെഡിക്കൽ കോളേജിൽ 120 കുട്ടികളാണ് ഒരു 6-7 വർഷത്തിനുള്ളിൽ മതം മാറിയത്, നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പൊ അതൊക്കെ ഇവരുടെ ദാവ പ്രവർത്തനമാണ്. നേരത്തെ പറഞ്ഞല്ലോ, അതിഥി തൊഴിലാളികൾക്ക് ദാവ, അതായത് മതപ്രബോധനം നൽകുന്ന പ്രവർത്തനം രാത്രി അത് നടത്തുന്നത് സുന്നികളല്ല. സുന്നികൾ കോഴിയിറച്ചി നിന്ന് കടന്നുറങ്ങുകയുള്ളൂ. ഈ മുജാഹിദുകളാണ് രാത്രി സമയത്ത് ഇങ്ങനെ മതബോധനവുമായിട്ട് ബാംഗ്ലാദേശികളുടെ ഇടയിൽ ഇറങ്ങുന്നത്. അത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ റാഡിക്കലൈസ് ചെയ്ത, ആശയപരമായി റാഡിക്കലൈസ് നിർത്തിയിരിക്കുന്ന മുജാഹിദുകളുടെ ഒരു വലിയ സംഘം ഉണ്ട്. ഈ കുഞ്ഞാപ്പ അടക്കമുള്ളവരൊന്നും സുന്നികളല്ല. അവരിപ്പോൾ ആശയപരമായി മുജാഹിദ് പക്ഷത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ബാംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പ്രക്ഷോഭങ്ങൾ മുഴുവൻ ഒരു സുന്നി ഒരു റെവല്യൂഷൻ അല്ല, ഇറ്റ് ഇസ് എ മുജാഹിദ് റെവല്യൂഷൻ വേൾഡ് ഓവർ. അതാണ് ഞാൻ ദുഃഖകരമായ സത്യം കൂടി പറയാം. ആഗോള രാഷ്ട്രങ്ങൾ ഖത്തറിനെ നിരോധനം ഏർപ്പെടുത്തി. സൗദി പോലും ഖത്തറിനെതിരായ കാരണം എന്തായിരുന്നു? ഖത്തർ സാമ്പത്തികമായിട്ട് ഉയർന്നു,
പക്ഷെ അവിടെ മുജാഹിദുകളുടെ പ്രവർത്തനം വളരെ പ്രബലമായി എന്നുള്ളതാണ്. മുജാഹിദുകളുടെ പ്രവർത്തനം എവിടെയെങ്കിലും പ്രബലമായി കഴിഞ്ഞാൽ ആ നാട് എത്രയും പെട്ടെന്ന് ആഭ്യന്തര ജിഹാദ് പ്രഖ്യാപിക്കും എന്നുള്ളതിൽ സംശയമില്ല. അത് ആഗോള മാതൃക അതിനുണ്ട് ഇസ്ലാമിന്. ലോകത്തെ എല്ലാ നാടുകളിലും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മതപ്രബോധനം നൽകിയ ആവേശകരമായി ജാക്കിർ നായിക്കിനെ പോലെ ആവേശകരമായി മതപ്രബോധനം, സ്നേഹ സംവാദം, മതം തന്നെ ജീവനോപാധിയായി മാറുന്ന ഒരു യുദ്ധമാർഗമായിട്ട് അതിനെ അതിനെ മാറ്റുന്നവരാണ് മുജാഹിദുകൾ. അപ്പൊ ഇവിടെ നടക്കുന്ന നെക്സവന്റെ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൃത്യമായി ഇത് മറ്റൊരു ദിശയിലേക്ക് ഉടൻ തന്നെ രൂപം മാറും, ബന്ധപ്പെട്ട ഏജൻസികൾ ശ്രദ്ധ വെച്ചില്ലെങ്കിൽ. ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ള കാര്യം. പിന്നെ നേരത്തെ പറയുന്നത് കേട്ടോ, RSSന്റെ പ്രവർത്തനം എങ്ങനെയാണ് അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, RSS രാഷ്ട്രവിരുദ്ധമായ ഒരു സംഘടനയല്ല. മാത്രമല്ല RSS ഒരിക്കലും രാഷ്ട്രത്തെ ഒറ്റിക്കൊടുത്ത് നിലനിൽക്കുന്ന സംഘടനയല്ല. അപ്പൊ പക്ഷെ അങ്ങനെയുള്ള സംഘടനയും ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് പലരും സംസാരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം RSS ഇതുപോലെ 100 വർഷമാകും, 100ാമത്തെ വർഷം വരുന്നത് അടുത്ത വർഷം. ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരു വിഘടന പ്രവർത്തനം നടത്തിയതായോ അല്ലെങ്കിൽ അന്യരാജ്യത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചതായിട്ടോ ഒന്നും തെളിവുകളില്ല. ഇവിടെ കോൺഗ്രസ് ആണ് ഭൂരിഭാഗവും ഭരിച്ചത്, അവർ പോലും പറയാത്ത ആക്ഷേപമാണിത്. അതുപോലെ അന്ന് ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ കപൂർ കമ്മീഷനും ഗാന്ധി വധത്തെ പറ്റിയിട്ട് കപൂർ കമ്മീഷൻ നടത്തിയ റിപ്പോർട്ടിലും ലിബറാൻ കമ്മീഷൻ റിപ്പോർട്ടിലും RSS ഒരു ഭീകര പ്രസ്ഥാനമായിട്ട് അവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയം എങ്ങനെയാണ് മാറുക എന്ന് പറയുന്നത് ഇതിന്റെ കളർ നമുക്ക് മനസ്സിലാവില്ല. CPM തന്നെ, ഞാനിപ്പോ അങ്ങോട്ടൊരു സംശയം പങ്കുവയ്ക്കുകയാണ്, CPM തന്നെ കറകളഞ്ഞ പ്രത്യയശാസ്ത്ര വിശ്വാസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാനിച്ചുകൊണ്ട് അവരുടെ പഴയ രീതിയിൽ പോകുന്ന മോഹനൻ മാസ്റ്ററുടെ ഒരു വഴിയും മുജാഹിദുകൾ കയറിക്കൂടി ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുജാഹിദും രൂപപ്പെടുന്നുണ്ടോ എന്ന് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത നേതാവിന്റെ പശ്ചാത്തലം അന്വേഷിക്കുക. അതായത് പർദ്ദയിടാത്തതിന് ഭാര്യയെ ചുമര ചേർത്ത് ഇടിച്ചു എന്നൊക്കെയാണ് അന്ന് വാർത്തകൾ വന്നിരുന്നത്. ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഐ എം നോട്ട് മേക്കിംഗ് എ സ്റ്റേറ്റ്മെന്റ്, ഞാൻ കേട്ട കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള വളരെ യാഥാസ്ഥിക മുസ്ലിങ്ങളാണ് മുജാഹിദുകൾ. ഖുർആൻ ഡിക്റ്റമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ള ആവശ്യമുള്ളവരാണ്. അപ്പൊ അവര് അതിൽ പറയുന്ന അധ്യാപനങ്ങളൊക്കെ അവിടെ നടപ്പിലാക്കിയാൽ മറ്റുള്ള സമുദായങ്ങളുടെ ക്രിസ്ത്യൻ ഹിന്ദു ബൗദ്ധ ആളുകളെയൊക്കെ, കാരണം ഇവരിവിടെ ബുദ്ധമതത്തെ അംബേദ്കറിനൊക്കെ ഉയർത്തി പറയുന്നുണ്ട്. ഞാൻ വേറെ രസകരമായ ഒബ്സർവേഷൻ പറയാം, പോലീസുകാർക്ക് അറിയുമോ എന്തായാലും. BSP എന്നൊരു പാർട്ടിയുണ്ട്, നമ്മുടെ മറ്റേ അയാമയുണ്ടല്ലോ ഉത്തർപ്രദേശിൽ ആനപ്രതിമ ഉണ്ടാക്കിയ മായാവതിയുടെ പാർട്ടിയല്ലേ BSP. ആ പാർട്ടിയുടെ കേരള ഘടകം 100% പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ്. 100%, ഒരാൾ പോലും ബാക്കിയില്ല. ഒരാൾ BSPയിലാണോ? അതെ, 100%. BSP കേരളത്തിലുണ്ട്, പലയിടത്തും യൂണിറ്റ് ഉണ്ട്. BSP 100%ഉം അംബേദ്കറെ മുൻനിർത്തിക്കൊണ്ട് ഹിന്ദു വിരുദ്ധത പ്രഖ്യാപിക്കുകയാണ്. അംബേദ്കറെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിക വൽക്കരണം നടത്തുക, റാഡിക്കലൈസ് ചെയ്യാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് BSP മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ആന്റി ഹിന്ദു, അതാണ് ആന്റി ഹിന്ദു പറയാൻ എന്താ ഏറ്റവും എളുപ്പ വഴി? അംബേദ്കറെ കൂട്ടുപിടിക്കുക. അതാണ് ഇന്നലെ അമിത്ഷാ പറഞ്ഞത്. നിങ്ങൾ അംബേദ്കർ എന്ന് പറയുന്ന അമിത്ഷായുടെ പ്രസംഗത്തിന്റെ കാതലായ വശം അതാണ്. അംബേദ്കറെ മുൻനിർത്തിക്കൊണ്ട് ഹിന്ദുമതത്തെ കല്ലെറിയാം. ഇന്നിപ്പോ സനാതന ധർമ്മത്തെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ സ്റ്റാലിന്റെ മകൻ ഉദയനിധി പറഞ്ഞിരിക്കുന്നു, ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ്, ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന്. എന്നുവെച്ചാൽ മതത്തിൽ ഹിന്ദുമതത്തോടെ എതിർപ്പുള്ളൂ, മറ്റു മതങ്ങളോടൊക്കെ ചങ്ങാത്തമാണ്. അപ്പൊ ഇവിടെ കേരളത്തിലെ BSP പോലീസിന്റെ സ്കാനറിലുള്ള സംഘടനയാണ്. BSP പുറമെ അംബേദ്കറുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ദളിതവാദം പറയുകയും ചെയ്യുമെങ്കിലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒട്ടുമിക്ക ആളുകളും റാഡിക്കൽ മുസ്ലിംസ് ആണ്, അല്ലെങ്കിൽ പേര് മാറ്റാത്ത മുജാഹിദുകളാണെന്ന കാര്യം വളരെ പകൽ പോലെ വ്യക്തമാണ്. അങ്ങേക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും, ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് പല പാർട്ടികൾ ചേർന്ന് പ്രവർത്തിക്കുക എന്ന അവരുടെ അജണ്ട CPM-ലൂടെയും കോൺഗ്രസിലൂടെയും BSPയിലൂടെയും കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പോരാഞ്ഞിട്ട് അതിന് പുറമെ സമൂഹത്തിൽ അംഗീകരിക്കുന്ന ഒരു യോഗ തായ്ചി ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പെട്ടെന്ന് കൺവേർട്ടിബിൾ ആയിട്ടുള്ള ഒരു ഭീകര സംഘടന ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് നന്നായി അന്വേഷിക്കണം. ഈ മന്ത്രിമാരുടെ മക്കൾക്ക് പെണ്ണാലോചിക്കുമ്പോൾ പെണ്ണുവീട്ടുകാരെ പറ്റി അന്വേഷിച്ചാൽ മാത്രം പോരാ, സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അതായിരുന്നു ഒരു കാലത്ത്, കരുണാകരന്റെ കാലത്ത് അങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട് ഞാൻ. പോലീസുകാർക്ക് നന്നായിട്ട് അറിയാതെ. ഞാൻ പറഞ്ഞത് നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഇന്റലിജൻസ് ബ്യൂറോ തുടങ്ങിയിട്ടുള്ള വലിയ വളരെ സമർത്ഥരായ ശക്തികൾക്ക് ഇത് പുറത്തു കൊണ്ടുവരുന്ന കാര്യമേ ഉള്ളൂ. ഇവർക്ക് എന്തായാലും ഇന്റർനാഷണൽ ബന്ധങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിസ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. ഇത് വളരെ ചെറിയൊരു സിലി ഐഡിയ അല്ല, ഇത് വളരെ ആസൂത്രിതമായ ഒരു സംഗതിയാണ്. മുസ്ലിം ലീഗും ഈ അടുത്ത കാലത്ത് വളരെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുന്നി എന്ന പേരേ ഉള്ളൂ. EK സുന്നി എന്നതിൽ നിന്ന് അവരകന്ന് അവർ തങ്ങളെ പോലും പറ്റിച്ചുകൊണ്ട്
മുജാഹിദ് വൽക്കരണം നടത്തി കഴിഞ്ഞ ഒരു സംഘടനയാണ്. അതുകൊണ്ട് പഴയ മുസ്ലിം ലീഗ് ആണെന്ന് ഓർത്തിട്ട് ആരും പോയിട്ട് തൊടാൻ പോകേണ്ട, സംശയിക്കാതിരിക്കുകയും വേണ്ട. പോലീസുകാർക്ക് എന്തായാലും പൊതു കേരളത്തിലെ നിയമമുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് മാത്രമേ ഇതിനെ കായിക പരിശീലനമായിട്ട് കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിനെ വ്യായാമ കൂട്ടായ്മയായിട്ട് കാണുന്നുള്ളൂ. കേന്ദ്ര ഏജൻസികൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. ചിലരുമായിട്ടൊക്കെ ഇന്ന് സംസാരിക്കാൻ സാധിച്ചു. ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ കേന്ദ്ര മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.